യഹൂദന്മാരോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളെ നമ്മൾ നോക്കുമ്പോൾ യഹൂദന്മാർ പല പ്രാവശ്യം ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിൽ നിന്ന് പാപം ചെയ്ത് അവർ പിന്മാറിപ്പോയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന് അവരോടുള്ള സ്നേഹവും കരുണയും ആർദ്രതയും ഒന്നും നിലച്ചു പോകാത്ത ഒരു ചരിത്രമാണ് നമുക്ക് അവരെക്കുറിച്ച് കാണുവാൻ സാധ്യമായിത്തീരുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ട് ദൈവത്തിൻ്റെ ഒരു പ്രധാന സ്വഭാവമാണ് അവരെ ചുറ്റി പരിപാലിച്ചത്. അവർ തകർന്നു പോകാതെ, അവർ നശിച്ചു പോകാതെ, ഉന്മൂലനം ചെയ്യപ്പെടാതെ അവർ സൂക്ഷിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ഈ സ്വഭാവം മുഖാന്തരമാണ്. ആ സ്വഭാവം എന്ന് പറയുന്നത് കരുണ എന്നുള്ള ഒരു വലിയ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ ഒരു സ്വഭാവ ഗുണമാണ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ആ മഹാകരുണ എങ്ങനെയാണ് അവരെ നൂറ്റാണ്ടുകളിലൂടെ അത് അവരെ പുലർത്തിയത്, നടത്തിയത് എന്നുള്ളത് ആ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരുന്നു. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിൻ്റെ ദൈവമായ യഹോവ കരുണയുള്ള ദൈവമല്ലോ, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നശിപ്പിക്കുകയില്ല. നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള തൻ്റെ നിയമം മറക്കുകയുമില്ല. വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകളാണ് നമുക്കവിടെ കാണുവാൻ സാധ്യമായിത്തീരുന്നത്. അവിടെ പ്രധാനപ്പെട്ട കാര്യം യഹോവയുടെ കരുണ എന്നുള്ളൊരു വിഷയമാണ്. ഇസ്രായേൽ മക്കളൊക്കെ തകർന്നു പോകേണ്ട, അവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് വൈപ്പവേ ചെയ്യേണ്ട, തുടച്ചു നീക്കപ്പെടേണ്ട സമയങ്ങളൊക്കെ പണ്ടേ കഴിഞ്ഞതാണ്. എന്നാൽ ദൈവത്തിൻ്റെ അവരോടുള്ള കരുണയാലാണ് അവർ നിലനിൽക്കുന്നത്. ആ കരുണ അവരുടെ മേൽ ദൈവം നൽകിയ സമയത്ത് ആ കരുണ അവർക്ക് ദാനം നൽകിയ കുറേ ഏറെ ഗ്യാരണ്ടീസ് ഉണ്ട്. അതിൻ്റെ ചില ഗ്യാരണ്ടികൾ എങ്ങനെയാണ്: അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഒരു രീതിയിലും ഏതെല്ലാം സ്റ്റേറ്റിലൂടെ, ഏതെല്ലാം പ്രശ്നത്തിലൂടെ, ഏതെല്ലാം അവസ്ഥയിലൂടെ അവർ കടന്നു പോയാലും ദൈവം അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഒരിക്കലും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. അടുത്തൊരു കാര്യം, ഞാൻ നിങ്ങളെ നശിപ്പിക്കുകയില്ല. നിങ്ങൾ എവിടെയെല്ലാം പോയാലും, ഏതെല്ലാം രീതിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാലും, നിങ്ങൾ ഏതെല്ലാം പ്രവാസത്തിലൂടെ കടന്നു പോയാലും, ഏതെല്ലാം സാമ്രാജ്യങ്ങൾ നിങ്ങൾക്കെതിരെ വന്നാലും, നിങ്ങൾ അടിമകളായി പോയാലും, ഞാൻ നിങ്ങളെ ഒരിക്കലും നശിപ്പിക്കുകയില്ല. നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള തൻ്റെ നിയമം മറക്കുകയുമില്ല. അതായത് ദൈവത്തെ അനുസരിക്കാത്ത ഒരു തലമുറ പിന്നീട് വരുമ്പോഴും ദൈവം അവരെ നശിപ്പിക്കാതെ സൂക്ഷിച്ചു കൊള്ളുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു കാരണമെന്ന് പറയുന്നത്, ദൈവം അവരുടെ പിതാക്കന്മാരോട് ഒരു സത്യം ചെയ്തു. ആ നിയമത്തെ ദൈവം ഒരിക്കലും മറക്കുകയില്ല. അപ്പോൾ ദൈവം വളരെ ഓർമ്മയുള്ളവനായി അവരോട് കൂടെ ഇന്ന് നിൽക്കുന്നുണ്ട്. ആ ഒരു രാജ്യം നിലനിന്ന് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ മഹാകരുണയാണ്. ആ ബൈബിളിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ കരുണയാണ് നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിൽക്കുവാൻ നിദാനമായി നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്ന ദൈവികമായ ആ സ്വഭാവം. ബൈബിളിലെ ആത്മീയതയെന്ന് പറയുന്നത് ഒരു ചരിത്ര ആത്മീയതയാണ്. അതായത് യഥാർത്ഥമായ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ആത്മീയതയാണ് ബൈബിളിലെ ആത്മീയത. അത് ആരുടെയെങ്കിലും ഊഹാപോഹങ്ങളല്ല. അത് ദൈവം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യരോട് അന്നു മുതലേ ഇടപെട്ട വിധങ്ങളിൽ ദൈവത്തിൻ്റെ റിവീൽഡായ അല്ലെങ്കിൽ വെളിപ്പെട്ട സ്വഭാവ ഗുണങ്ങളിൽ അധിഷ്ഠിതമായ ഒരാത്മീയതയാണ്, വിശ്വാസമാണ് ബൈബിളിൻ്റെ വിശ്വാസവും ആത്മീയതയും എന്ന് പറയുന്നത്. നമുക്കതിനെ രക്ഷയുടെ കഥ എന്നൊക്കെ വിളിക്കാം. രക്ഷയുടെ ആ കഥ തുടങ്ങിയത് റിയൽ ടൈം ആൻഡ് സ്പേസിലാണ്. അതായത് യഥാർത്ഥമായിട്ടുള്ള ഒരു സമയത്ത്, യഥാർത്ഥമായിട്ടുള്ള ഒരു സ്ഥലത്ത്, യഥാർത്ഥമായിട്ടുള്ള വ്യക്തികളിൽ നടന്ന ദൈവപ്രവൃത്തി, അതിലൂടെ ദൈവം കാണിച്ച ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വെളിപ്പാടുകൾ, അതിൽ അധിഷ്ഠിതമാണ് ബൈബിളിൻ്റെ എല്ലാ കഥകളും, ബൈബിളിൻ്റെ എല്ലാ സംഭവങ്ങളും, ക്രിസ്തീയ വിശ്വാസവും ബൈബിളിലെ വിശ്വാസവും എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഉറപ്പും മുന്നോടിയുമായിരുന്നു ബൈബിളിൻ്റെ തുടക്കത്തിലെ അധ്യായങ്ങളിൽ തന്നെ ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയെ വിളംബരം ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞു: സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന്. അതായത് സ്ത്രീയുടെ സന്തതിയായി ഒരാൾ വരുമെന്നും ഒരു രക്ഷകൻ വരുമെന്നും ആ രക്ഷകൻ മനുഷ്യൻ്റെ ശത്രുവായ പിശാചിൻ്റെ, പാമ്പിൻ്റെ തല തകർക്കുമെന്നുള്ള ആ വാഗ്ദത്തം ദൈവം ആദ്യമേ അങ്ങ് വിളംബരം ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത്. ആ ഒരു വിളംബരത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ പല കാര്യങ്ങൾ നടന്നുവെങ്കിലും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന അബ്രഹാമിൻ്റെ വിളിയാണ്. ഉൽപ്പത്തി പുസ്തകം 3:15 കണ്ട ദൈവത്തിൻ്റെ രക്ഷാ വിളംബരത്തിൻ്റെ നിവൃത്തിയുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദൈവം ഒരു വ്യക്തിയെ വിളിച്ചു എന്നുള്ളതാണ്. ദൈവം ഒരു വ്യക്തിയെ വിളിച്ചതിന് ശേഷം പറയുകയാണ്,
നീ ഇതുവരെയും ആരാധിക്കുന്ന സകലത്തെയും വിട്ട് എന്നെ അനുഗമിക്കുക, എൻ്റെ കൂടെ പോരുക, എൻ്റെ വാക്ക് കേട്ട് ഞാൻ നിന്നെ അയക്കുവാനിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നീ വരിക. നീ എൻ്റെ വിളി കേട്ട് എൻ്റെ പുറകെ വരുന്നതിനാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നിലൂടെ ലോകത്തിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം പറയുകയാണ്. അബ്രഹാമിൻ്റെ വിളിയോടുകൂടെ നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് വിശ്വാസത്തോടുകൂടെ മുന്നോട്ടിറങ്ങിയ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അബ്രഹാമിലൂടെ ഒരു സന്തതിയെ, ഒരു തലമുറയെ, അല്ലെങ്കിൽ ഈ ലോകത്തെ മുഴുവനും എന്നെയും നിങ്ങളെയും എല്ലാം അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഒരു മറ നീക്കിയുള്ള ഒരു പ്രദർശനമാണ് നമുക്ക് പിന്നീടുള്ള ചരിത്രത്തിൽ കാണുവാൻ സാധ്യമായി തീരുന്നത്. അബ്രഹാം, സാറ, ഇസ്ഹാക്ക്, റിബേക്ക, യാക്കോബ്, ലേയ, റാഹേൽ, യഹൂദ, താമാർ, യോസെഫ്, അങ്ങനെ വ്യക്തികളുടെ നിരനിര നമ്മൾ കാണുവാൻ സാധ്യമായി തീരുന്നുണ്ട്. ഇവരെയൊക്കെ നമ്മൾ പേട്രിയാർക്സ് എന്നും മേട്രിയാർക്സ് എന്നുമാണ് വിളിക്കുന്നത്. നമുക്ക് പിതാക്കന്മാരുമുണ്ട്, മാതാക്കളുമുണ്ട്. ഇവരിലൂടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു തലമുറയെ ദൈവം രൂപപ്പെടുത്തുകയായിരുന്നു. ഇവരോട് ദൈവം ഒരു നിയമത്തെ ചെയ്യുകയും അതിനെ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത്. വിശ്വാസമുള്ള ഒരു തലമുറ ഒരു വശത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ അവിശ്വാസത്തിൻ്റെയും മത്സരത്തിൻ്റെയും പാപത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും തലമുറ മറ്റൊരു വശത്ത് അതേ സമയം തന്നെ സമാന്തരമായി നിലകൊള്ളുന്നത് നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ അവർ നശിച്ചു പോകാവുന്ന, നഷ്ടപ്പെട്ടു പോകാവുന്ന അനേക സംഭവങ്ങളുണ്ടായി. പ്രത്യേകിച്ച് മിസ്രൈമിൽ അവർ അടിമകളായിരുന്നത്, അവരുടെ അടിമത്തത്തിൽ നിന്ന് അവർ പരിപൂർണമായും രക്ഷപ്പെട്ടു പോകുന്നതും അവർ അവിടെ തന്നെ അവസാനിക്കേണ്ടതുമാണെന്നുള്ള ചരിത്രമൊക്കെ നമ്മൾ നോക്കുമ്പോൾ ദൈവം എത്രയും കാവലോടുകൂടെ, എത്രയും ആഴത്തിൽ സ്നേഹിച്ച് കരുതിയാണ് ആ ഒരു ജനത്തെ ഒരു ജനതയാക്കി, ഒരു രാജ്യമാക്കി തീർക്കുന്നതിന് വേണ്ടി, യഹൂദന്മാർ എന്ന് പറയുന്ന ശ്രേഷ്ഠകരമായിട്ടുള്ളൊരു ജാതിയാക്കി തീർക്കുന്നതിന് വേണ്ടി ദൈവം അവരെ ചരിത്രത്തിലൂടെ കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നുണ്ട്. ഈ സമയത്തൊക്കെ ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ആദ്യം വായിച്ച ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവരുടെയൊക്കെ ജീവിതത്തിൽ അനേക വീഴ്ചകളും പതറിച്ചകളും ഒക്കെ വന്നുവെങ്കിലും ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം അവരെ പരിപൂർണമായിട്ട് നശിപ്പിക്കുവാനോ ഉപേക്ഷിക്കുവാനോ തയ്യാറാകാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു നിയമമാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവം അവരോട് കൂടെ, അവർ മിസ്രൈമിലായിരുന്ന സമയത്തും മരുഭൂമിയിലായിരുന്ന സമയത്തും യോർദാൻ കടന്ന സമയത്തും അവർ കനാൻ ദേശത്ത് വന്ന സമയത്തും അവരോട് കൂടെ ദൈവമുണ്ടായിരുന്നു. ദൈവം അവർക്ക് രാജാക്കന്മാരെ നൽകി, ന്യായാധിപന്മാരെ നൽകി. ദൈവം അവരുടെ ജീവിതത്തിൽ പ്രയാസഘട്ടങ്ങൾ വരുന്ന സമയത്ത് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി, ആലോചന നൽകുന്നതിന് വേണ്ടി പ്രവാചകന്മാരെ നൽകി. ദൈവത്തോട് ആരാധിക്കുന്നതിന് വേണ്ടി, അവരുടെ ഇടയിൽ നിന്ന് അവരുടെ ആരാധനയിൽ അവരെ ഉയർത്തുന്നതിന് വേണ്ടി പുരോഹിതന്മാരെ ദൈവം നൽകി. അങ്ങനെ എല്ലാവിധമായിട്ടുള്ള ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക നന്മകളും എല്ലാവിധമായിട്ടുള്ള സംരക്ഷണങ്ങളും നൽകി ദൈവം അവരെ കൊണ്ടുവന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ദൈവം കീപ്പ് ചെയ്ത, ദൈവം പ്രവർത്തിച്ച, ദൈവം പാലിച്ച ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് അവൻ്റെ കരുണ, മഹാദയ എന്നുള്ള ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ എപ്പോഴൊക്കെ ഒരു പാപം ചെയ്തോ, ഒരു അനുസരണക്കേട് ചെയ്തോ, അവരെ ആ സമയം തന്നെ ദൈവം ശിക്ഷിച്ചിട്ടുണ്ട്. ദൈവം അവരെ പ്രവാസത്തിൽ പോലും കൊണ്ടുപോയ കഥകളുണ്ട്. 70 വർഷം അവരുടെ സ്വന്തം ഭൂമിയിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥകൾ പോലും അവർക്കുണ്ടായിട്ടുണ്ട്. ഒരിക്കലെങ്കിലും അവർ പാപം ചെയ്തത് ദൈവം അത് പണീഷ് ചെയ്യാതെ അവരെ വിട്ടിട്ടില്ല. അവർ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയ സമയത്ത് അവരുടെ പിന്മാറ്റത്തെ പണീഷ് ചെയ്ത് അതിനെ നേരെയാക്കുന്നതിന് വേണ്ടി ദൈവം അവരെ പല ഇടങ്ങളിലൂടെ കടത്തിവിട്ടിട്ടുണ്ട്. പ്രവാസമെന്ന് പറയുന്നത് ഒരു കാര്യം മാത്രമാണ്. അനേക രോഗങ്ങൾ, അനേക പകർച്ചവ്യാധികൾ, അനേക ക്ഷാമങ്ങളൊക്കെ അവരുടെ ഇടയിൽ വന്ന് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ദൈവം ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കവനന്റിൻ്റെ കീഴിലാണ്, ആ നിയമത്തിൻ്റെ കീഴിലാണ് അവർ ആയിരിക്കുന്നതെങ്കിലും അവർ എപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയോ അപ്പോഴൊക്കെ ദൈവം അവരെ ആ കവനന്റിൻ്റെ കീഴിൽ വെച്ചുകൊണ്ട് തന്നെ, ആ നിയമത്തിൻ്റെ പരിരക്ഷയിൽ നിർത്തിക്കൊണ്ട് തന്നെ ദൈവം അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. അവർക്ക് പണിഷ്മെൻ്റ് നൽകിയിട്ടുണ്ട്. ഒരു നീതിയുള്ള ന്യായാധിപതിയെ പോലെ തന്നെ ദൈവം അവരോട് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന്, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്ന ഒരു കാര്യമാണ്. ഇസ്രായേലിൻ്റെ കഥ എന്ന് പറയുന്ന ഒരു മിശ്രിതമായ ഒരു കഥയാണ്. അതായത് ഒരു വശത്ത് ദൈവത്തിൻ്റെ കവനൻ്റ്, ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്ന ഒരു കാര്യം സഞ്ചരിക്കുന്ന സമയത്ത് തന്നെ അതോടുകൂടെ തന്നെ സഞ്ചരിക്കുന്ന ഒരു കാര്യമാണ് സിൻ ആൻഡ് പണിഷ്മെൻറ്റ്, പാപവും അതിനുള്ള ബന്ധത്തിലുള്ള ശിക്ഷയും. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ ഒരു വശത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ
അവർ പാപം ചെയ്താൽ പണിഷ് ചെയ്യത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ കരവും അവർക്ക് പ്രതികൂലവും അനുകൂലവുമായിരുന്നു എന്നുള്ളത് കാണുവാൻ സാധ്യമായി തീരുന്നുണ്ട്. എന്നാൽ പണിഷ്മെൻറ്റ് മാത്രമല്ല ദൈവം അവർക്ക് നൽകിയത്. അവർ ആ പണിഷ്മെൻറ്റ് സഹിച്ചതിന് ശേഷം അവർ അവരുടെ പാപങ്ങളിൽ നിന്ന് അനുദപിച്ച് അവർക്ക് വരുവാനുള്ളൊരു അവസരമുണ്ടാകുമ്പോൾ ദൈവം അവരെ വീണ്ടും തിരികെ സമ്പന്നതയിലേക്കും സമൃദ്ധിയിലേക്കും കൊണ്ടുവരുന്ന മഹനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് യഹൂദന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കരുണയും ദൈവമക്കൾ ചെയ്യുന്ന പാപവും പാപത്തിൻ്റെ ശിക്ഷയും മാനസാന്തരവും മടങ്ങിവരവും യഥാസ്ഥാപനവും അടങ്ങിയ ഒരു കഥയാണ് ഇസ്രായേൽ മക്കളുടെ കഥയെന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഫെയിലിയേഴ്സ് ആൻഡ് സക്സസ്, അവരുടെ പരാജയങ്ങളും വിജയങ്ങളും അവരെ നയിച്ച ഒരു ഉന്നതിയിലുള്ള ഒരു വഴിയുണ്ടായിരുന്നു. അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, മനുഷ്യൻ ഒരിക്കലും എത്തിപ്പിടിക്കുവാൻ സാധ്യമാകാത്ത ഒരു ഉന്നതമായിട്ടുള്ളൊരു വഴിയിലേക്കാണ് ഇസ്രായേൽ മക്കളെ ദൈവം, ആ അനുഗ്രഹത്തിലേക്കാണ് ദൈവം അവരെ നയിച്ചത്, അവരെ ആഹ്വാനം ചെയ്തത്. പഴയ നിയമത്തിൽ പാപവും അനുസരണക്കേടും ശിക്ഷയും ഒക്കെ വളരെ കൃത്യമായി ക്രമമായി നടന്നു വരുന്ന സമയത്തുമൊക്കെ നമുക്ക് പഴയ നിയമത്തിൽ നമുക്കൊരു രക്ഷകനെ കാണുവാൻ സാധ്യമാകത്തിരുന്നില്ല. എന്നാൽ പഴയ നിയമത്തിൻ്റെ അവസാനം, അതായത് ദൈവം ഇസ്രായേൽ മക്കളോട് ചെയ്ത ആ ഉടമ്പടിയുടെ അവസാനം, അതിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ദൈവം ഒരു രക്ഷകനെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ മക്കളുടെ പാപത്തിൻ്റെയും ശിക്ഷയുടെയും അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും യാഥാസ്ഥാപനത്തിൻ്റെയും ഫലമായി ദൈവം അവർക്ക് നൽകിയ ഗിഫ്റ്റാണ് ഒരു രക്ഷകൻ എന്ന് പറയുന്നത്. ആ രക്ഷകനാണ് യേശു ക്രിസ്തു. അതായത് ഒരു രക്ഷകനില്ലാതെ ഇനിയും അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമാവുകയില്ല എന്നുള്ളൊരവസ്ഥയിൽ അവരുടെ സിൻ ആൻഡ് പണിഷ്മെൻറ്റ്, പാപവും പാപത്തിൻ്റെ ഫലമായ ശിക്ഷയും അവരെ കൊണ്ടുവന്ന് എത്തിച്ചു. പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ എവിടെ നോക്കിയാലും കാണാത്ത ഒരു കാര്യമാണ് രക്ഷകൻ. ആ രക്ഷകൻ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിനെ നൽകിക്കൊണ്ടാണ് ദൈവം അവരുടെ മേലുള്ള ദൈവത്തിൻ്റെ കരുണയുടെ കവനൻ്റ് പൂർത്തീകരിച്ചത്. ആ കവനൻ്റിൻ്റെ പൂർത്തീകരണത്തിൽ യേശുക്രിസ്തു വരുന്നതോടുകൂടെ, യേശുക്രിസ്തു വെളിപ്പെടുന്നതോടുകൂടെ ഇസ്രായേൽ മക്കളുടെ ദൈവസന്നിധിയിൽ അവർക്കുള്ള എല്ലാ നന്മകളും തിരികെ ലഭ്യമാകും വണ്ണമുള്ള ഒരു ആത്മീയ ക്രമീകരണമാണ് ദൈവം അവർക്ക് വേണ്ടി ചെയ്തത്. എന്നാൽ യേശു ക്രിസ്തുവിനെ ദൈവം അവർക്ക് നൽകിയ സമയത്ത്, ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു അവരുടെ ഇടയിലേക്ക് വന്ന സമയത്ത് യേശു ക്രിസ്തുവിനെ അവർക്ക് സ്വീകരിക്കുവാനോ, യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ കേട്ട് യേശു ക്രിസ്തുവിൻ്റെ ദിവ്യരാജ്യത്തിന് കീഴ്പ്പെട്ടിരിക്കുവാനോ അവർക്ക് സാധ്യമായില്ല. യേശു ക്രിസ്തുവിനെ അനേക യഹൂദന്മാർ ആദ്യം അംഗീകരിച്ചുവെങ്കിലും ഒരു രാഷ്ട്രമായി യേശു ക്രിസ്തുവിനെതിരെ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത്. അങ്ങനെയാകുമ്പോഴാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൻ്റെ പൂർത്തീകരണം നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത്. ആ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി ദൈവം അബ്രഹാമിനെ വിളിച്ചു. പലതവണ ദൈവസന്നിധിയിൽ നിന്ന് അവർ മാറിപ്പോയി എങ്കിലും അബ്രഹാമിനോട് ദൈവം കാണിച്ച ആ കവനൻറ്റിനെ, നിയമത്തെ ദൈവം അതിശ്രേഷ്ഠമായ ഒരു കവനൻ്റാക്കി. പിതാക്കന്മാരോടുള്ള വാക്ക്, ദൈവത്തിൻ്റെ വാക്ക് എന്നുള്ള ആ ഉടമ്പടിയുടെ മേൽ ദൈവം ആ ഒരു വാഗ്ദത്തത്തെ ദൈവം തളച്ചിട്ടു, അതിനെ ബൈൻഡ് ചെയ്തു. അതിനുശേഷം പല പ്രാവശ്യം ദൈവമക്കൾ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയി അവർ മാനസാന്തരത്തിലേക്ക് തിരികെ വരുന്ന അവസ്ഥകൾ ദൈവം ഉണ്ടാക്കി. എങ്കിലും അവർക്ക് എത്തിപ്പിടിക്കേണ്ട അടുത്ത നന്മയായി, വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണമായി ദൈവം അവർക്ക് വെച്ചിരുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു രക്ഷകനാണ്. യേശു ക്രിസ്തു എന്നുള്ള രക്ഷകനാണ് ദൈവം ഇസ്രായേലിനോട് ചെയ്ത കരുണയുടെ ഉടമ്പടിയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു എന്നുള്ള രക്ഷകൻ മനുഷ്യനെ അവൻ്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ അങ്ങനെയുള്ള വ്യക്തികളിൽ പകരപ്പെടുകയും ആത്മീയ വരങ്ങളാൽ ജീവിക്കുവാനുള്ള അവകാശങ്ങളും അവസരങ്ങളും യേശു ക്രിസ്തുവാകുന്ന രക്ഷകൻ അങ്ങനെയുള്ളവർക്ക് നൽകുന്നു, നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് യേശു കർത്താവിൻ്റെ പ്രത്യേകത. യഹൂദന്മാരുടെ ജീവിതത്തെ, അല്ലെങ്കിൽ നമ്മളവരെ ഓമന പേരിട്ട് വിളിക്കുന്നത് പോലെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തെ, ഇല്ല നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ, മാനവജാതിയുടെ ചരിത്രത്തെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ജീവിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായിട്ടുള്ള ആ കരുണയുടെ കവനൻ്റ് നമ്മളുടെ ജീവിതത്തെ ഊട്ടിയുറപ്പിക്കുന്നു, അതിനെ ദൃഢതയുള്ളതാക്കുന്നു, അതിനെ ബലമുള്ളതാക്കുന്നു. അതേസമയം തന്നെ വിശ്വാസത്തിൽ എന്ത് ചെയ്യുവാനും എവിടേക്ക് പോകുവാനും എന്തായിത്തീരുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുക, ലിവ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേൽ മക്കൾ ഇതുവരെയും
തകർന്നു പോകാഞ്ഞതിൻ്റെയും പുറകിലുള്ളൊരു കാരണമെന്ന് പറയുന്നത് ദേ ലീവ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ കരുണയുടെ കീഴിൽ അവർ ജീവിച്ചപ്പോൾ തന്നെ ഒരിക്കലെങ്കിലും ഒരു പാപമെങ്കിലും ശിക്ഷിക്കപ്പെടാതെ പോയിട്ടില്ല. അവർ ചെയ്ത സകലത്തിനും ദൈവം അവരെ കണക്ക് ബോധിപ്പിക്കത്തക്ക രീതിയിൽ അവരുടെ മുൻപിൽ ദൈവം തൻ്റെ ശിക്ഷാവധി അയച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അവർ നശിച്ചു പോകാതെ ഇരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ ദൈവസന്നിധിയിൽ ജീവിച്ചു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്ന ഒരു ജീവിതമായി തീരണം. ലിവ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ലീവ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡിന്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വസിക്കുക എന്നുള്ള ആ ഒരു കാര്യത്തിന് ലാറ്റിൻ ഭാഷയിൽ കോറം ഡേയോ എന്നുള്ളൊരു പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്, ബിഫോർ ദ ഫേസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ മുഖത്തിന് മുൻപിൽ, ദൈവത്തിൻ്റെ കണ്ണിന് മുൻപിൽ ജീവിക്കുക, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഈ നിലനിൽപ്പിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കോറം ഡേയോ, ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്, അതിന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അതിനകത്തുള്ളത്. 1 ലീവ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്, 2 അണ്ടർ ദി അതോറിറ്റി ഓഫ് ഗാഡ്, 3 ഫോർ ദ ഗ്ലോറി ഓഫ് ഗാഡ്. 1 ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുക, 2 ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിൽ ജീവിക്കുക, 3 ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുക. ഇത് 3 ആകുമ്പോഴാണ് കോറം ഡേയോ തികയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ഒരു ജീവിതം ജീവിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളോട് കവനൻ്റ് ഉണ്ടാക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ, ബിഫോർ ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിൽ, അവൻ്റെ അധികാരത്തിന് കീഴിൽ സിൻ പണിഷ്ഡ് ആകും. അവൻ്റെ അധികാരത്തിന് കീഴിൽ അച്ചടക്ക നടപടികളുണ്ട്. അവൻ നമ്മളെ ഡിസിപ്ലിൻ ചെയ്ത്, ഒരു മകനെ അപ്പൻ ഡിസിപ്ലിൻ ചെയ്യുന്നത് പോലെ, സ്നേഹിക്കുന്ന ഒരു മകനെ അപ്പൻ ശിക്ഷിക്കുന്നത് പോലെ ദൈവം തൻ്റെ അധികാരം ഉപയോഗിച്ച് നമ്മളെ ശിക്ഷിച്ച് ദൈവസന്നിധി റെസ്റ്റോർ ചെയ്യുന്ന, ദൈവസന്നിധിയിൽ തിരികെ കൊണ്ടുവരുന്ന ആത്മീയ അവസ്ഥകളിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അങ്ങനെയുള്ളൊരു ജീവിതം എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്, ദൈവത്തിൻ്റെ ഗ്ലോറിയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ഒരൊറ്റ കാര്യമാണ് അങ്ങനെയുള്ളൊരു ജീവിതത്തിൻ്റെ ഉള്ളിൽ ഉള്ളത്. ക്രിസ്തീയ മതത്തിൽ വന്ന നവീകരണം എന്ന് പറയുന്നത് 16ാമത്തെ നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട നവീകരണമാണ്. ആ നവീകരണത്തോടുള്ള ബന്ധത്തിൽ പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യൻസിൻ്റെ മുൻപിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എങ്ങനെയുള്ളൊരു ജീവിതമായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്? വാട്ട് ഈസ് ദ എസൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി? ക്രിസ്തീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തസത്ത എന്താണ്? എങ്ങനെയുള്ളൊരു ജീവിതമാണ് ജീവിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് മുൻപിൽ വന്ന ഒരു സൂത്രവാക്യമാണ് കോറം ഡേയോ എന്ന് പറയുന്നത്. അതെ, ഇനിയും ഒരു ജീവിതം ദൈവമക്കൾക്ക് ദൈവം നൽകുകയാണെങ്കിൽ ജീവിക്കേണ്ട ജീവിത ശൈലി 3 ഘടകങ്ങളിൽ അധിഷ്ഠിതമായിട്ടിരിക്കണം. 1 ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കണം, 2 ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിൽ ജീവിക്കണം, 3 ദൈവ മഹത്വത്തിന് വേണ്ടി ജീവിക്കണം. എന്നാൽ മനുഷ്യർ ജീവിക്കുന്നത് പലപ്പോഴും മനുഷ്യരുടെ മുൻപിലാണ്, മറ്റ് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, മറ്റ് മനുഷ്യരുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ്, അവരുടെ ആഗ്രഹത്തിനനുസരിച്ചാണ്. ചിലർ ജീവിക്കുന്നത് അവരുടെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, സ്വയമായി പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളിൽ ജീവിക്കുന്നവരുമാണ്. എന്നാൽ അങ്ങനെയുള്ളൊരു ജീവിതമല്ല ദൈവത്തിൻ്റെ കരുണയുടെ കവനിൻ്റെ കീഴിൽ ജീവിക്കുവാൻ നമ്മളെ ക്ഷണിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്, ബിഫോർ ദ ഫേസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ കണ്ണിന് മുൻപാകെ ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് അതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇസ്രയേലിനോട് ദൈവം ചെയ്ത ആ കവനൻ്റ് ഒരു ജാതിയോട് ദൈവം ചെയ്ത കവനൻ്റല്ല, അത് മനുഷ്യരോട് ചെയ്ത കവനൻ്റാണ്. അത് എന്നോടും നിങ്ങളോട് ചെയ്ത കവനൻ്റാണ്. ആ കവനൻ്റിൻ്റെ അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വിലപ്പെട്ട അനുഗ്രഹം എന്ന് പറയുന്നത് രക്ഷകനാണ്. രക്ഷകനായ യേശുവിനെ നമുക്ക് നമ്മുടെ സ്വന്തമായി സ്വർഗത്തിലെ പിതാവ് നൽകിയപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് കോറം ഡേയോ ജീവിതമാണ്. ദൈവസന്നിധിയിൽ ദൈവത്തിന് മുൻപാകെ ജീവിക്കുന്ന ജീവിതമാണ്. പഴയ നിയമത്തിൽ അവർ ജീവിച്ചതുപോലെയല്ല. നമ്മളിന്ന് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുൻപിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവും നമ്മളോട് കൂടെ ഈ ഒരു യാത്രയിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആശ്വാസവും. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു എന്നാണ് ആ യേശുവിനെ വിളിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ യഹൂദന്മാരോട് ദൈവം ചെയ്ത കരുണയുടെ ഉടമ്പടിയുടെ പൂർത്തീകരണം യേശു ക്രിസ്തുവിലൂടെ എനിക്കും നിങ്ങൾക്ക് ലഭ്യമാവുകയാണ്. എന്നാൽ നമ്മുടെ ജീവിതം ഒരു കോറം ഡേയോ ലൈഫ്, ഒരു കോറം ഡേയോ ദൈവസന്നിധിയിൽ ജീവിക്കുന്ന ഒരു ജീവിതമായി സമർപ്പിച്ചാൽ യേശു ക്രിസ്തുവിനോടുകൂടിയുള്ളൊരു ജീവിതം നമുക്ക് സാധ്യമായി തീരും. അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ ഒരു വലിയ സുരക്ഷയാണുള്ളത്. ആ സുരക്ഷ എത്രയും ആഴമുള്ളതാണെന്ന് ആദ്യം നമ്മൾ വായിച്ച വാക്യത്തിൽ വളരെ വ്യക്തമായി അടങ്ങിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ ദൈവമായ യഹോവ
കരുണയുള്ള ദൈവമല്ലോ, അവൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഒരിക്കലും ആ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്ന സകലരും ഉപേക്ഷിച്ച് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ള നിലയിൽ പോലും നിങ്ങളെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. സകലതും തകർന്ന് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് ഒരു പടി പോലും ഇല്ല എന്നുള്ള ചിന്തയിൽ എല്ലാം തകർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ദൈവം നിങ്ങളോട് പറയുകയാണ്, ദൈവം നിങ്ങളോടൊരു കരുണയുടെ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അത് യേശു ക്രിസ്തുവിലൂടെ ചെയ്ത ഉടമ്പടിയാണ്. ആ ഉടമ്പടി നിലനിൽക്കുന്നിടത്തോളം കാലം, അത് മനുഷ്യനുള്ളിടത്തോളം കാലം നിലനിൽക്കുക ചെയ്യും. ആ ഉടമ്പടിയുടെ ബെനഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ്, അവൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ദൈവം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് അരുതാത്തത് പറഞ്ഞു കാണും. ഒരുപക്ഷെ ദൈവത്തെ തള്ളിപ്പറയുന്ന അനേക പ്രവൃത്തികൾ, വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനോടകം വന്നു കാണും. എന്നാൽ ദൈവം നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കവനൻ്റ് ഒരുക്കി കഴിഞ്ഞു. ഐ ഹാവ് മേഡ് എ കവനൻ്റ് വിത്ത് യു. ഞാൻ നിങ്ങളോട്, നിങ്ങളുടെ പിതാക്കന്മാരോട്, നമ്മുടെ പിതാക്കന്മാരോടല്ല, അതിനു മുമ്പിൽ യേശു ക്രിസ്തുവിനോടുള്ള ഉടമ്പടിയാണ്, യേശു ക്രിസ്തുവിനോടുള്ള വാഗ്ദത്തമാണ്. ഞാനും നീയുമാകുന്ന തലമുറയെ യേശു ക്രിസ്തു കാണുമെന്നുള്ളത്. അങ്ങനെയുള്ളൊരു വാഗ്ദത്തം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്നതിനാൽ നമ്മളെ ഈ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നു. അവൻ നമ്മളെ ഉപേക്ഷിക്കുകയില്ല. തൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള തൻ്റെ നിയമം ഒരിക്കലും മറക്കുകയില്ല, നമ്മളെ നശിപ്പിക്കുകയില്ല. ഒരിക്കലും ഈ ദൈവം നിങ്ങളെ നശിപ്പിക്കുകയില്ല. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാൻ ലോകത്തുള്ള എല്ലാവരും വന്ന് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചു വന്ന്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ ചാർച്ചക്കാരും നിങ്ങളുടെ സ്വന്തക്കാരും എല്ലാം വന്ന് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചു വന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവം പറയുകയാണ്, ഞാൻ ആ ജീവിതത്തെ നശിപ്പിക്കുകയില്ല. ഒരിക്കലും നിങ്ങളെ നശിപ്പിക്കുന്ന ഒരു പദ്ധതിയല്ലിത്. ഇത് നിങ്ങളെ ഉപേക്ഷിക്കുന്ന ഒരു പദ്ധതിയല്ല, നശിപ്പിക്കുന്ന പദ്ധതിയല്ല, എന്നാൽ നിങ്ങളെ ചേർത്ത് കൊള്ളുന്ന ഒരു പദ്ധതിയാണ്. ദൈവം ഒരിക്കലും മറക്കുകയില്ല. മനുഷ്യർ നിങ്ങളോട് പറഞ്ഞ എത്രയോ വാക്കുകൾ അവർ മറന്നിട്ടുണ്ട്. അടുത്ത വർഷം നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞ വിഷയങ്ങൾ എത്രയോ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നു. എത്രയോ പേർ നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളോട് പറഞ്ഞ വാക്കുകളിൽ നിന്ന് അവർ പിന്മാറിയിട്ടുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളായി എന്നും ഇരുന്നു കൊള്ളാമെന്ന് പറഞ്ഞ എത്രയോ പേർ ഇന്ന് നിങ്ങളുടെ മുൻപിലുണ്ട്. ആരും തന്നെ ഒരുപക്ഷെ കാണുകയില്ല. എന്നാൽ ദൈവം പറയുകയാണ്, ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കുകയില്ല. ഇസ്രായേൽ മക്കൾക്ക് ഈ ഒരു മർമ്മം ഇതുവരെ മനസ്സിലായിട്ടില്ല. അവർക്ക് രക്ഷകനെ ദൈവം നൽകിയപ്പോൾ രക്ഷകനെ അവർ ഉൾക്കൊണ്ടില്ല. അവർ ഇപ്പോഴും മതത്തിൻ്റെ പെരുന്നാളുകളും ആഘോഷിച്ചുകൊണ്ട് ഇനിയും ഒരു രക്ഷകൻ വരുമെന്ന് കാത്തു ഇരിക്കുകയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. യേശു ക്രിസ്തുവാകുന്ന രക്ഷകനെ വിശ്വാസത്തിൽ സ്വീകരിക്കുവാൻ യഹൂദന്മാർക്ക് ദൈവം നൽകിയ ആ രക്ഷകനെ, മാനവജാതിയുടെ പാപ പരിഹാരത്തിനു വേണ്ടി കാൽവറിയിൽ തറയ്ക്കപ്പെട്ട തകർക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് ദൈവം ഇസ്രായേൽ മക്കളോട് ചെയ്ത കവനന്റ് നമ്മളുടേതാകുന്നു എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കോറം ഡേയോ, ദൈവത്തിന് ഇഷ്ടമുള്ളൊരു ജീവിതം, ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ എന്നോടുകൂടെ ഒരു വാക്ക് പ്രാർത്ഥിച്ചാലും, നിങ്ങളുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാലും, സ്വർഗസ്വനായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ജീവിക്കുവാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ഒരു രക്ഷകനെ ആവശ്യം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ പാപത്തിൻ്റെ ഭാരവും ശിക്ഷയും അങ്ങ് ആ രക്ഷകനാകുന്ന യേശു ക്രിസ്തു ആകുന്ന അങ്ങയുടെ പുത്രനിലേക്ക് അങ്ങ് നൽകുകയും യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്ന ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ നീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരവും അങ്ങ് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധിയിലുള്ളൊരു ജീവിതം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ, അങ്ങയുടെ മുഖപ്രകാശത്തിൽ, അങ്ങയുടെ അധികാരത്തിൻ്റെ കീഴിൽ അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ളൊരു ജീവിതം നയിക്കുവാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ തിരുസന്നിധിയിൽ ഒരു യാഗമായി നൽകുന്നു. അങ്ങയുടെ കരുണ എന്നുമുള്ളതാകിയാൽ അങ്ങയുടെ മേഴ്സി ദാറ്റ് എൻഡ്യൂവേഴ്സ് ഫോർ എവർ, അതെപ്പോഴും എന്നേക്കും നിലനിൽക്കുന്നതാകിയാൽ ആ കരുണയുടെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുദിനം പഠിപ്പിക്കണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.